ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക് ആയിരുന്നു 150 ടോപ്പിക്സ് അല്ലെ. അപ്പൊ ഈ 150 ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിലബസിൽ തന്നിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രന്ഥികളും അവ സ്രവിക്കുന്ന ഹോർമോണുകളും ഉണ്ട് അല്ലെ, നമ്മുടെ അന്തഃസ്രാവി ഗ്രന്ഥികളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ കുറച്ചധികം ഗ്രന്ഥികളും അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണും അതുപോലെ തന്നെ ആ ഹോർമോണുകളുടെ ധർമ്മം ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗ്രന്ഥികളുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോഴത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് പൈനിയൽ ഗ്രന്ഥി, അതുപോലെ തന്നെ നമ്മുടെ സെക്സ് ഹോർമോൺസ്, ഹൈപ്പോതലാമസ്. അപ്പം ഇവയെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. SCRT പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് പഠിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് പൈനിയൽ ഗ്രന്ഥിയെ കുറിച്ച് പഠിക്കാം. താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്ത്? ഉറക്കവും ഉണരലും അല്ലെ. സാധാരണ നമ്മൾ ഇന്ന സമയത്ത് ഉറങ്ങുക അല്ലെങ്കിൽ ഉണരുക എന്നുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിലെ താളാത്മകമായ പ്രവർത്തനമാണ്. താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഉറക്കവും ഉണരലും. ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ്. അപ്പൊ ഓർത്തു വെച്ചേക്കുക, ഉറക്കം, ഉണരുക എന്നിങ്ങനെയുള്ള താളാത്മകമായ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഏത്? പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടാണ്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്താണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പം നമ്മുടെ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഏത്? മെലാറ്റോണിൻ. ഓക്കെ, അപ്പൊ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത്. രാത്രി കാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, രാത്രി കാലങ്ങളിൽ എന്താണ്? മെലാറ്റോണിന്റെ ഉൽപാദനം കൂടുതലാണ്, പകൽ സമയത്ത് ഉൽപാദനം കുറവാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ്. അപ്പൊ മക്കളെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ഏത്? അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്താ ചെയ്യുന്നത്? ദൈനംദിന പ്രവർത്തനങ്ങളിലെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മെലാറ്റോണിന്റെ ഉൽപാദനം പകൽ സമയങ്ങളിൽ കുറവും രാത്രി സമയങ്ങളിൽ കൂടുതലുമായിരിക്കും. ഉറക്കം, ഉണരല് എന്നിങ്ങനെയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. ഇത്രയുമാണ് അതിനെ കുറിച്ച് പഠിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ലൈംഗിക ഹോർമോണുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ സെക്സ് ഹോർമോൺസിനെ കുറിച്ചാണ് പറയുന്നത്. അണ്ഡാശയവും വൃഷണവും ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് അണ്ഡാശയം, പിന്നെ ഏതാണ്? വൃഷണവും. വൃഷണവും അണ്ഡാശയവുമാണ് സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കാണിച്ചിരിക്കുന്നത് വൃഷണത്തിന്റെ പടമാണ്. ഈ റൈറ്റ് സൈഡിൽ അണ്ഡാശയമാണ്, ഓവറിയാണ് അല്ലെ. അപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ലൈംഗിക ഹോർമോൺ ഉൽപാദനത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അതാണ് ശബ്ദമാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോത്പാദനം എന്നിവയുടെ നിയന്ത്രണം ചെയ്യുന്നതാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഓർത്തു വെക്കുക, പുരുഷന്മാരിൽ കാണപ്പെടുന്ന ലൈംഗിക ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നത് വൃഷണമാണ്, ടെസ്റ്റിസ് ആണ്. അപ്പൊ ഇത് ചെയ്യുന്നത് ശബ്ദമാറ്റം, അതുപോലെ തന്നെ രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ബീജോത്പാദനം എന്നിവയുടെ നിയന്ത്രണം നടത്തുന്ന പുരുഷന്മാരിലെ സെക്സ് ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ദെൻ സ്ത്രീകളില് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ, അണ്ഡോൽപാദനം, ആർത്തവ ചക്രം എന്നിവയുടെ നിയന്ത്രണം നടത്തുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. അണ്ഡോൽപാദനം, ആർത്തവ ചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണം നടത്തുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണുകളാണ് ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. ഈസ്ട്രോജൻ ചെയ്യുന്നത് ആർത്തവ ചക്രം, അണ്ഡോൽപാദനം, ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ എന്നിവയുടെ നിയന്ത്രണമാണ്. പ്രൊജസ്ട്രോൺ ചെയ്യുന്നത്
അണ്ഡോൽപാദനം, ആർത്തവചക്രം, ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണമാണ്. അപ്പൊ ലൈംഗിക ഹോർമോണിൽ ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റോസ്റ്റിറോണും അതുപോലെ തന്നെ സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഇതിങ്ങനെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഹൈപ്പോതലാമസിനെ കുറിച്ചാണ് പറയുന്നത്. മസ്തിഷ്ക ഭാഗമായ ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. അപ്പൊ ഹൈപ്പോതലാമസ് നമുക്കറിയാം മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗമാണ്. അറ്റ് ദ സെയിം ടൈം അതെന്താണ്, അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ മുഖ്യ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ്. കാരണം അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. ഇനി ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഏത്? റിലീസിംഗ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ഒന്ന്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഹൈപ്പോതലാമസ് ആണ് എന്ത് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഉത്തേജിപ്പിക്കുന്നത്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു TSHും ACTHും GTH എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പം അങ്ങനെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ട്രോപ്പിക് ഹോർമോണുകളാണ് അതെന്ന് ആ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനം മൂലമാണ്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപാദനത്തെ തടയുന്നതാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. ഇൻഹിബിഷൻ ഓർത്താൽ മതി, ഇൻഹിബിറ്ററി ഹോർമോൺ. വിവിധ തരം റിലീസിംഗ് ഹോർമോണുകൾ, ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായും നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് മുഖ്യ നിയന്ത്രകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥിയാവുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ പഠിച്ചത് പൈനിയൽ ഗ്രന്ഥി, അതുപോലെ തന്നെ സെക്സ് ഹോർമോൺസ്, പിന്നെ നമ്മൾ പഠിച്ചത് ഹൈപ്പോതലാമസ്. ഈ 3 കാര്യങ്ങളാണ് ഇത് പഠിക്കുക കേട്ടോ. SCERT പുസ്തകത്തിന്റെ സഹായത്തോടു കൂടി പഠിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നിങ്ങൾക്കറിയാം ചില സമയങ്ങളിൽ PSC ഇത് ശരിയായ ജോഡി ഏത് എന്നുള്ള രീതിയിൽ ഗ്രന്ഥികൾ തന്നിട്ട് ഹോർമോൺസ് അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചില ഹോർമോണുകളുടെ ധർമ്മങ്ങൾ തരും. അപ്പം മിക്കവാറും ഇപ്പം ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ സെക്സ് ഹോർമോൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ വളർച്ചാ ഹോർമോണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അല്ലേ. അപ്പം ഒരു സൈഡിൽ ധർമ്മം തരാം, ഒരു സൈഡിൽ ഹോർമോൺസ് തരാം, എന്നിട്ട് ശരിയായ ജോഡി എഴുതാൻ പറയും. അപ്രകാരം വേണമെങ്കിൽ ചോദിക്കാം. അതല്ലാതെ ഗ്രന്ഥി തന്നിട്ട് അത് സ്രവിക്കുന്ന ഹോർമോൺ ഏതെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇങ്ങനെ പല രീതിയിൽ PSCക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങളുടെ മാർക്ക് പോകാൻ പാടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ബയോളജി പാർട്ടിൽ നിന്ന് ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. സോ നമ്മളൊരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ 7 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചേ പറ്റുള്ളൂ, പഠിക്കണം. അതുപോലെ തന്നെ ഇന്ന് ട്യൂസ്ഡേ ആണ്. ഇന്ന് നമ്മുടെ 8 o'clock നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. റിവിഷൻ ക്ലാസ്സിൽ 150 ടോപ്പിക്സിൻ്റെ പാർട്ട് 5 and 6 ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 5ഉം 6ഉം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം റിവിഷന് പ്രിപ്പയർ ആയിട്ട് വരിക. അപ്പം 8 PM റിവിഷൻ ക്ലാസ് മറക്കരുത്. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും കറക്റ്റായിട്ട് 8 o'clock നിങ്ങൾ ലെറ്റ്യൂസ് എജ്യൂട്ടിക്സ് ഓപ്പൺ ചെയ്ത് റിവിഷനിൽ പങ്കെടുക്കുക. ലൈവ് സെഷനാണ്. ഓക്കെ, താങ്ക് യു.